നമ്മുടെ വീഡിയോയിൽ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ കണ്ടന്റ് വേറെ നമ്മുടെ വീഡിയോ വേറെ എന്നുള്ളൊരു ഫീലാണ് നിൽക്കുക. നമുക്ക് അതിന് പകരം നമ്മുടെ വീഡിയോയും കണ്ടന്റും ഒരേപോലെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് എങ്ങനെ ഒറ്റൊരു വീഡിയോ എന്നുള്ള ഫീലിലേക്ക് മാറ്റാൻ എന്നുള്ളത് നോക്കിയാലോ. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്കും റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർക്കും പിന്നെ ഇതേപോലെ പോസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഭിപ്രായം പറയുന്നവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ വേഗം പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ CapCut ഓപ്പൺ ആക്കുക. അതിനുശേഷം നമുക്ക് മേലെ ഓവർലേ ആയിട്ട് വെക്കേണ്ട വീഡിയോ ഫോട്ടോ ഏതാ വെച്ചാൽ അതും ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവെക്കുക. അതിനുശേഷം ഓവർലേ ഇട്ട വീഡിയോ സെലക്ട് ചെയ്തിട്ട് അടിയിലെ ഓപ്ഷനിൽ ലാസ്റ്റ് പോയാൽ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരിക. അപ്പോൾ ആ മഞ്ഞ ലൈന് പിടിച്ചിട്ട് താഴത്തോട്ട് ആക്കിയാൽ മതി. നിങ്ങൾക്ക് ഏതുവരെയാണോ വേണ്ടത് അതുവരെ ആക്കി കൊടുക്കുക. മൊത്തമാക്കണമെങ്കിൽ മൊത്തമാക്കാം. അതിനുശേഷം അതിൻ്റെ നടുവിലൊരു വെള്ള റൗണ്ടിൽ ഒരു സാധനം കണ്ടില്ലേ, അത് പിടിച്ചാൽ താഴത്തോട്ട് വിളിക്കാം. ആ താഴത്തോട്ട് വിളിക്കുമ്പോൾ നമ്മുടെ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ ചേർന്ന പോലെ ഉണ്ടാവും. ആ ഓവർലേയിലെ വീഡിയോൻ്റെ ഒപ്പോസിറ്റീവ് കുറച്ച് കുറഞ്ഞിട്ട് അടിയത്തെ ഒപ്പോസിറ്റീവ് കുറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് ചേർന്ന പോലെ ഒരു ഫീൽ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എവിടെ വെച്ചാൽ കൊണ്ടുവെക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വീഡിയോ എന്നുള്ള ഫീല് മാറിയിട്ട് ഒറ്റൊരു വീഡിയോ ആയിട്ടുള്ള ഫീൽ കിട്ടും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. കണ്ടല്ലോ, ഇത്രയുള്ള പരിപാടി, ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് കണ്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫീൽ തോന്നണ്ട, ഇതൊരൊറ്റൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.